ഇതേപോലെ കിടക്കുന്ന ഈ ഒരു പ്ലേസിനെ നമുക്ക് നല്ല ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിന് താണ്ടെ ഫുൾ വീഡിയോ വരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചാൽ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ പാറ കൊണ്ടുള്ള പരിപാടി ആട്ടാ. അതെ, സുന്ദരമായ പാറ. ഈ പാറ കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കൂടിക്കും. നമ്മൾ താണ്ടെ അടുത്ത കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത കല്ല് നമുക്ക് താണ്ടെ എടുത്തങ്ങോട്ട് ഇടാം. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ടെർമിനാലി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റ് താണ്ടി ഇവിടെ എല്ലാം ഇത്രത്തോളം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണിട്ട് ലെവൽ ചെയ്തതിനു ശേഷം നമുക്ക് ഇതുകൊണ്ട് അത്രയും കലാത്തിയിലൂട്ടി അതോടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കലാത്തിയിലൂട്ടിയൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അന്നേരം പെബിള്, റിവർ പെബിള്, സാധാ പെബിള്, ബെഞ്ച്, ടേബിള് എല്ലാ സാധനമുണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം വയ്ക്കാൻ കൂടിഞ്ഞു വന്ന് അടിപൊളി വീഡിയോ ആയിരിക്കും. അന്നേരം സുഹൃത്തുക്കളെ, നമ്മൾ താണ്ടെ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നൂറനാട് എന്ന് പറയുന്ന ഭാഗത്ത് എരുമക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്നേരം അവിടെ കുറേ പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ താണ്ടെ കിഡിലുമായിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്ത് താണ്ടെ ടേബിളും ചെയറും ഒക്കെ ഇട്ട് പാസേജൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് മെയിൻ്റനൻസ് ഉൾപ്പെടെ സെറ്റ് ചെയ്തുകൊണ്ട് താണ്ടെ നല്ല ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. താണ്ടെ പേബിളൊക്കെ ഇട്ട് ഒരു കൂജിയൊക്കെ നടുക്ക് വെച്ചൊരു പ്ലാന്റൊക്കെ വെച്ച് വലിയ റിവറിൻ്റെ വലിയ പേബിൾ, റിവറിലെ വലിയ പേബിൾ, റിവർ പേബിളും ഒക്കെ വെച്ച് സെറ്റാക്കി വലിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ ബോർഡർ ഇതുകൊണ്ട് കലാത്തിയല്ലൂട്ടിയുടെ വലിയ പ്ലാന്റ് വെച്ചു. അതിനിടയ്ക്ക് റെഡ് പാം വെച്ചു. അതിനുശേഷമായിട്ട് ഇടയ്ക്ക് ദാരാസിംഗാണ് അത് നിൽക്കുന്നത്. ദാരാസിംഗ് പ്ലാന്റ്, അതുപോലെ തന്നെ ഹെലിക്കോണിയ പ്ലാന്റ്. അതിൻ്റെ മൂഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പെബിള്, അത് നോർമൽ പെബിളും അതേപോലെ തന്നെ വൈറ്റ് പെബിളും കൂടി ഇട്ട് സെറ്റാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നോക്കി. ഇത് ഒരു കളർ മാത്രമായിട്ടാണെങ്കിൽ അങ്ങോട്ട് ഇറക്കിയതില്ല കേട്ടോ. പിന്നെ ബോർഡറൊക്കെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമ്മളെ ക്ലയൻറ്റ് പറഞ്ഞനുസരിച്ച് തൻ്റെ കലാത്തിയുടെ റെഡ് കലാത്തിയ ഇലയ്ക്ക് റെഡ് കളറുള്ള കലാത്തിയ പ്ലാന്റും അതേപോലെ തന്നെ തൻ്റെ ടെർമിനാലിയുടെ വലിയ പ്ലാന്റ്, അതേപോലെ തന്നെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അതുകൊണ്ട് 2 റൗണ്ട് മാവുണ്ട് അതിനകത്ത്. അന്നേരം ആ മാവൊക്കെ നടത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ ഈ പുരയാണെന്താ ഇതേപോലെ കിടന്നതാണേ. ഇതിനകത്ത് നമുക്ക് ഒരുപാട് മധുരക്കിഴങ്ങൊക്കെ നമ്മൾ പറിച്ച് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വൈബായിട്ടുള്ള അടിപൊളി ഒരു ഏരിയയിൽ നിന്ന് നല്ല സുന്ദരമായി ഇളക്കിയെടുക്കുന്ന എന്താ പറയുക മധുരക്കിഴങ്ങ്. അതേപോലെ തന്നെ വായനയിടയ്ക്ക് ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വാഴയൊക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നു. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം മൂടോടുകൂടി ഇളക്കി കളഞ്ഞതിന് ശേഷമായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാൻ, കളയുമല്ല ഇളക്കി മാറ്റി വെച്ചതിന് ശേഷമായിട്ട് ഷീറ്റ് താണ്ടെ ബ്ലാക്ക് ഷീറ്റും അടിഭാഗത്ത് നിന്ന് ആ ഭാഗത്ത് കള കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഷീറ്റൊക്കെ ഇട്ട് താണ്ടെ വലിയ ടെർമിനാലിയ മുട്ടം പ്ലാന്റ് ഏകദേശം ഒരു 10-12 അടി പൊക്കമുള്ള ടെർമിനാലിയയെ വെച്ചു. അതിനുശേഷം താണ്ടെ ഏകദേശം ഒരു 5 അടി 6 അടി പൊക്കമുള്ള വലിയ കലാത്തിയാണ് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണ്ടതെന്ന് തോന്നിയത് കൊണ്ട് അതും നമ്മൾ താണ്ടെ കൊണ്ടുവന്ന് ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്ന ചൂട് മഴയാണ്. നല്ല സുന്ദരമായ മഴ. 4-5 ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളെ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. 4-5 ദിവസം നമ്മൾ ചെയ്ത വർക്കാണ്. താണ്ട് ഇതേപോലെ തന്നെ പാറയൊക്കെ ഇട്ട് അതിനുശേഷം മഴ ആയതുകൊണ്ട് സാധനം ഗസ്റ്റ് സമയം കയറിയുന്നതാണ്. അതിനുശേഷമായിട്ട് മഴ തോന്നപ്പോൾ ഇറങ്ങി വന്ന് ആ ഷീറ്റ് കട്ട് ചെയ്ത് അതിനകത്തൂടെ പ്ലാന്റിനെ കുഴിച്ചു വെച്ച് താണ്ടെ 3 ലോറി മണ്ണ് ടിപ്പർ മണ്ണ് കൊണ്ടുവന്ന് നേരത്തെ അതിനിടയ്ക്ക് താണ്ടെ പ്ലാന്റുകളൊക്കെ വെച്ച് പാസേജൊക്കെ വെച്ച് ഏകദേശം താണ്ടെ കടയിലെ ചെയറൊക്കെ ഇട്ട് ലെവലിൽ നോക്കി പാറ വലിയ അനക്കമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ താണ്ടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഏറ്റവും അതിഥി വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഒരു ലോഡ് പുല്ല് അതിഥിയായിട്ട് നമ്മളവിടെ വന്നിട്ടുണ്ട്. അന്നേരം നേരെ നമുക്ക് അതും കൂടെ ഒക്കെ ഒന്ന് പ്ലാന്റ് ചെയ്യാം. അതായത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നേരെ അതിനകത്ത് നമ്മൾ അർബാനിക്കകത്ത് കയറ്റി നേരെ അവിടെ കൊണ്ടുവന്ന് എല്ലായിടത്തും താണ്ടി ഈ അറ്റം മുതൽ ആ അറ്റം വരെ സെറ്റാക്കി അടിപൊളിയായിട്ട് വിരിച്ച് നല്ല ഗുമ്മാക്കി നിർത്തുക എന്നുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അന്നേരം അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ആ കിണറിൻ്റെ തന്നെ ഭംഗി നോക്കി ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വൈബായിട്ട് കണ്ടേ ഏകദേശം ഒരു 2500 സ്ക്വയർ ഫീറ്റിൽ നല്ല ഫുള്ള് നല്ല കിഡിൽ ഒരു ലാൻഡ്സ്കേപ്പ്. ഇനി ഇതിനകത്ത് ഫ്യൂച്ചറിൽ പണിയുണ്ട്. ഇതിനകത്തൊരു വാട്ടർഫോളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അന്നേരം ഇതേപോലെയുള്ള നല്ല വീഡിയോകൾ ഇനിയും വരും. താണ്ടെ രാത്രിയായി, അടുത്ത ദിവസം രാത്രിയായി ഏകദേശം 4 ദിവസം എടുത്ത് ഈ വർക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് താണ്ടെ രാത്രി ഏകദേശം ഒരു 6-6:30 മണി 7 മണി 7:30 മണി 8 മണിയോളം ആയിട്ടുണ്ട്. അന്നേരം താണ്ടെ പുല്ലൊക്കെ ഇട്ട് ആ സമയമായിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇറക്കി വെച്ചിട്ട് വണ്ടി വിട്ടു. അതിനുശേഷമായിട്ട് താണ്ടെ ഇതേപോലെ ഫുള്ള് സെറ്റ് ചെയ്ത് ഇറക്കി ഇച്ചിരി പണിയാണ് ഭായി. 4 ദിവസം 5 ദിവസത്തെ കാഴ്ചകളാണ് ഈ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഒതുക്കിയെന്ന് പറഞ്ഞില്ലേ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അത്രയും ലോങ് ആയിട്ട് നിങ്ങളിരുന്ന് കാണത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും താണ്ടെ ഇതേപോലെ വൈബായിട്ട് താണ്ടെ ചെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. അതിനകത്ത് ഗാർഡൻ ചെയർ നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനെയും കൂടെ കൊണ്ടുവന്ന് അതിനിടയ്ക്ക് സെറ്റ് ചെയ്ത് അളന്ന് കുറിച്ചിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. ലാൻഡ്സ്കേപ്പ് പല രീതിയിലും ചെയ്യാം.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു തീം ബേസ്ഡ് സാധനമാണ് ചെയ്തേക്കുന്നത്. അതായത് പാസേജിനകത്തൂടെ കയറി വരുമ്പോഴത്തേക്ക് അവർക്ക് ചായ കുടിക്കാൻ വേണമെങ്കിൽ നമുക്ക് നേരെ ഇതിനകത്ത് കയറി നല്ല സുന്ദരമായിട്ട് വൈബായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനായിട്ട് ബെസ്റ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ നല്ല സുന്ദരമായൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ ഇത് പറകോളയൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. അന്നേരം താണ്ടെ ടേബിളും വന്നിട്ടുണ്ട്. അന്നേരം ടേബിളും താണ്ടെ അതേപോലെ വളരെ സൂക്ഷിച്ച് പൊട്ടാത്ത രീതിയിൽ അകത്ത് കയറ്റി താണ്ടെ അതും നമ്മൾ ടൈറ്റായി ഒട്ടിച്ചാൽ കിട്ടും. ഓക്കെ, അന്നേരം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ചുമ്മാ പറ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കമൻറ്റ് രൂപേണ അറിയിക്കുക. നിങ്ങൾക്കും ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. വന്ന് സ്ഥലം കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഇതേപോലെ വരത്തുള്ളൂ. അതിനെന്താണ്ട് പാസേജൊക്കെ വെച്ച് അതിനുശേഷമായിട്ട് നമ്മൾ ആദ്യമേ കണ്ട ആ കോബിളില്ലേ അത് പൂജയൊക്കെ ഒന്ന് ചരിച്ച് വെച്ച് സെറ്റാക്കി ദാണ്ട് ഇതേപോലെ അവനെ അങ്ങോട്ട് റെഡിയാക്കി ആ 2-3 മുഴപ്പൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല ഗുമ്മായിട്ട് നല്ല ഭംഗിയായിരിക്കും.